എൻ്റെ പേര് മനു. പാലക്കാട് ഒരു ഗ്രാമത്തിലാണ് വീട്. പക്ഷേ വീട് മോഡേൺ ആണ്. അല്പം റോഡിൽ നിന്നിറങ്ങിയാണ് വീട്. വീടിന്റെ ചുറ്റുപാടും പാടമാണ്. ഫ്രണ്ടിൽ ഒരു റോഡും റോഡിന്റെ രണ്ടു സൈഡുകളിലും രണ്ടു വലിയ മതിലുകളുണ്ട്. രണ്ടു നില വീടാണ്. മുകളിൽ ടെറസിൽ റൂഫിംഗ് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. വീടിന്റെ മുമ്പിൽ അത്യാവശ്യം മുറ്റവുമുണ്ട്. അവിടെയും റൂഫിംഗ് ഇട്ടിട്ടുണ്ട്. 5-6 കാറുകൾ സുഖമായി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം പിന്നെ താഴത്തെ റൂഫിനടിയിലായി ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ വീട് പൂർണ്ണമായും പ്രൈവസി ഉള്ളതാണ്. വീടിനകത്ത് നിന്ന് എന്ത് കാണിച്ചാലും ആരും കാണില്ല. കാരണം ചുറ്റുപാടും വീടുകളില്ല. കുറച്ചകലെയാണ് വീടുകൾ. വീടിനെ കുറിച്ച് ഇത്ര വിശദമായി പറയാൻ കാരണം ഈ കഥയിൽ ഇതിന് പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. ഇനി എൻ്റെ വീട്ടിൽ അമ്മയും അനിയത്തിയുമാണ് ഉള്ളത്. അമ്മയുടെ പേര് മീന. പാലക്കാട് സ്കൂളിന്റെ അഡ്മിനിസ്റ്റർ ആയിരുന്നു അമ്മ. അത്യാവശ്യം മോഡേൺ ആണ്. അനിയത്തിയുടെ പേര് ആദിത്യ. അമ്മു എന്ന് വീട്ടിൽ വിളിക്കും. എന്നേക്കാൾ ഒരു വയസ്സ് ഇളയതാണ്. ഞങ്ങൾ നല്ല കൂട്ടാണ്. മിക്കപ്പോഴും ഒരുമിച്ചാണ് എല്ലാ കാര്യത്തിലും. അച്ഛൻ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മരിച്ചുപോയി. അച്ഛനാണ് ഇത്രയും വലിയ വീടും മുറ്റത്ത് കിടക്കുന്ന 2 കാറുകളും പിന്നെ മാസം നല്ല തുക സമ്പാദ്യം ഉണ്ടാക്കിയത്. അച്ഛൻ കോളേജിൽ പഠിക്കുമ്പോൾ അടിച്ച ലോട്ടറി നല്ല രീതിയിൽ ഉപയോഗിച്ചതിനാൽ അച്ഛന് നല്ല സമ്പാദ്യമുണ്ട്. ദുബായിൽ സിംഗപ്പൂരിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഏകദേശം 75 ലക്ഷം രൂപ വരെ മാസ വരുമാനം നേടി. അച്ഛൻ്റെ കാലശേഷം അമ്മ ബിസിനസ് നാട്ടിൽ വെച്ച് നിലനിർത്തി കൊണ്ടുവന്നിരുന്നു. ഇടയ്ക്കൊക്കെ ദുബായിൽ പോയി വരും. ചില സമയങ്ങളിൽ ഞങ്ങളെ താൽക്കാലികമായി വീടിൻ്റെ അടുത്തുള്ള ഹോസ്റ്റലിലാക്കി. അമ്മ ദുബായിൽ പോയി വരും. ഞങ്ങളെ പിരിഞ്ഞിരിക്കാൻ അമ്മയ്ക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞങ്ങളെ കൊണ്ടുപോകാത്തതിൻ്റെ കാരണം ഞങ്ങളുടെ പഠനം അമ്മയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയതിനാലാണ്. മുമ്പ് ഒരു വേലക്കാരി ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ കയ്യിലിരിപ്പ് മോശമായതിനാൽ അവരെ പറഞ്ഞു വിട്ടു. അമ്മ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തല്ലും കിട്ടുമായിരുന്നു. അമ്മയുടെ ശിക്ഷണം കൊണ്ട് തന്നെ +2 പാസ്സായി. ഞാൻ നല്ല ഉഴപ്പനായിരുന്നതുകൊണ്ട് അമ്മ എന്നെ നന്നായി വടികൊണ്ട് ഉപദേശം തരാറുണ്ട്. അതേസമയം അനിയത്തിയാണെങ്കിൽ നല്ല പഠിപ്പും. അതുകൊണ്ട് അവൾക്ക് ഒറ്റയ്ക്കാണ് പഠിക്കുന്നത്. പിന്നെ 95% കുറഞ്ഞ മാർക്കില്ല. അതുകൊണ്ട് തന്നെ അമ്മയുടെ തല്ലും കൊള്ളാറില്ല. പക്ഷെ +2 എക്സാം ആയപ്പോൾ എനിക്ക് ബോഡി പെയിൻ മൂലം ആശുപത്രിയിലായി. വൈറൽ ഇൻഫെക്ഷൻ ആയിരുന്നു കാരണം. അതുകൊണ്ട് തന്നെ എനിക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല. ഞാൻ വീണ്ടും +2 തന്നെ. അനിയത്തി +2 ക്ലാസ്സിലും. പിന്നെ ഞാൻ അമ്മയുടെ സഹായത്തോടെ +2 ക്ലാസ് പാസ്സായി. അപ്പോഴെനിക്ക് വയ്യാത്ത കൊണ്ട് അമ്മ എന്നെ തല്ലിയുമില്ല. ഞാൻ +2 പഠിക്കുന്നു. അനിയത്തി അതേ സ്കൂളിൽ തന്നെ +2 കൊമേഴ്സാണ് ഞങ്ങൾ രണ്ടുപേരും എടുത്തത്. ഞങ്ങൾ കുറച്ചു വലിയ കുട്ടികളായപ്പോൾ അമ്മയ്ക്ക് ഞങ്ങൾ ഒറ്റയ്ക്കാക്കി. ബിസിനസ്സോ സംബന്ധമായി കാര്യങ്ങൾക്ക് വേണ്ടി പോയി വരാൻ ധൈര്യമായി. അങ്ങനെ അമ്മയ്ക്ക് വീണ്ടും ദുബായിൽ പോകേണ്ട സമയമായി. ഞങ്ങൾക്ക് അക്കാദമിക് ഇയർ തുടങ്ങിയിട്ട് 3 മാസമായേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളെയും കൊണ്ടുപോകാൻ പറ്റിയില്ല. അമ്മ ഞങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ ഓരോ ഫോണും തന്നു. അമ്മയുടെ തിരക്ക് കാരണം ഇപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അമ്മയ്ക്ക് പറ്റാതെയായി. അതിൻ്റെ കുറവ് എൻ്റെ പഠനത്തിൽ കണ്ടു തുടങ്ങിയെന്നാലും ഓണം പരീക്ഷ പാസ്സായി. പക്ഷെ പഠിത്തത്തിൽ എൻ്റെ അനിയത്തി മുന്നേറി. അമ്മ എനിക്ക് മാർക്ക് കുറഞ്ഞത് അഴിഞ്ഞ് അമ്മ എന്നെ വിളിച്ചു. നല്ല ചീത്ത പറഞ്ഞു. മാത്രമല്ല അമ്മ വീട്ടിലുണ്ടായിരുന്നുവെങ്കിൽ നല്ല അടി കിട്ടുമെന്നും ഉറപ്പായി. ഇത് തന്നെ ക്രിസ്മസ് പരീക്ഷയിലും ആവർത്തിച്ചു. 2 പരീക്ഷയിൽ തോറ്റു. അതുകൂടെ ആയപ്പോൾ അമ്മ എന്നെ ഫോണിലൂടെ ദയിപ്പിച്ചു എന്ന് തന്നെ പറയാം. അമ്മ എന്നെ ടൂർ പോകാൻ അനുവദിച്ചില്ല. അമ്മ എൻ്റെ ടീച്ചറെ വിളിച്ച് എന്നെ ടൂറിന് കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഞങ്ങളുടെ മെയിൻ എക്സാം കഴിഞ്ഞാണ് തിരിച്ചു വന്നത്. ഒരു ഏപ്രിൽ മാസം. അമ്മയുടെ മുഖത്തു നോക്കാൻ തന്നെ എനിക്ക് പേടിയായി. അമ്മ വന്ന് അമ്മുവിനെ കെട്ടിപ്പിടിച്ചു. പിന്നെ അവൾക്ക് കുറേ സമ്മാനങ്ങൾ അവൾക്ക് കൊടുത്തു. പിന്നെ എന്നെ ദേഷ്യം കൊണ്ട് നോക്കി. എന്നിട്ട് എന്നോട് റൂമിലേക്ക് വരാൻ പറഞ്ഞിട്ട് അമ്മ പോയി. ഞാൻ പതിയെ അമ്മയുടെ റൂമിൽ കയറി. അമ്മ എന്നെയും കാത്ത് മുഖം കടുപ്പിച്ചിരിക്കുന്നു. അമ്മ, നീ ആ ഡോർ ലോക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വാ. അമ്മയുടെ ആജ്ഞ കേട്ട് ഞാൻ ഡോർ ലോക്ക് ചെയ്തു അമ്മയുടെ അടുത്ത് പോയി. അമ്മ, നിനക്ക് എത്ര വയസ്സായി? ഞാൻ തലകുനിച്ചു നിന്നതേ ഉള്ളൂ. അപ്പോഴമ്മ വീണ്ടും ഉച്ചത്തിൽ ചോദിച്ചു, എടാ, നിന്നോടാ ചോദിച്ചത്, നിനക്ക് എത്ര വയസ്സായെന്ന്. ഞാൻ വിക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു, 19. അതും പറഞ്ഞു കഴിയുന്നതും അമ്മ ബെഡിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ച ചൂരലെടുത്ത് എൻ്റെ മൂലമറ്റത്തിൽ നല്ലൊരു അടി തന്നു. എന്നിട്ട് പറഞ്ഞു, 19 വയസ്സായിട്ട് നീ ഇപ്പോഴും 12ാം ക്ലാസ് പാസ്സായിട്ടില്ല. പോട്ടെ, അത് നിനക്ക് അസുഖം വന്നതായതുകൊണ്ടാണ് ഞാൻ വിട്ടു. പക്ഷെ നിന്റെ അസുഖമെല്ലാം ഭേദമായി. നിനക്ക് പഠിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഞാൻ പോയപ്പോൾ നിനക്ക് മാർക്ക് കുറയുക മാത്രമല്ല, തോൽക്കുകയും ചെയ്തു. എത്ര കാലമാണ് എനിക്ക് നിന്നെ ഇങ്ങനെ ഒറ്റയ്ക്കിരുത്തി പഠിപ്പിക്കാൻ പറ്റുന്നത്? ഞാൻ പറഞ്ഞു,
മനഃപൂർവ്വമല്ല അമ്മേ, എന്നെ കൊണ്ട് പറ്റിയില്ല, എന്നെ തല്ലല്ലേ അമ്മേ. അത് കേട്ടപ്പോഴേക്കും അമ്മ വീണ്ടും എന്നെ അടിച്ചു. ഞാൻ മിണ്ടാതെ നിന്നു. ഇനി മിണ്ടിയാൽ അമ്മ വീണ്ടും ചൂരൽ കൊണ്ട് അടിക്കും. എനിക്ക് നല്ല വേദനയും നാണവും വന്നു. അനിയത്തി ഇത് നേരിൽ കണ്ടില്ലെങ്കിലും എൻ്റെ കരച്ചിൽ അവൾക്ക് നന്നായി കേൾക്കാമായിരുന്നു. അമ്മ, നിന്റെ അനിയത്തിക്ക് ഇപ്പോൾ 18 വയസ്സായിട്ടുള്ളൂ. അവൾ നീ പഠിച്ച സമയത്തിനേക്കാൾ നല്ല മാർക്ക് മേടിച്ചു. നീയോ? നിനക്കറിയാലോ, പഠിപ്പിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നീ MBA പാസ്സാകുന്നത് വരെ നിനക്ക് തല്ലുകൊള്ളും. പക്ഷെ നീ മര്യാദയ്ക്ക് പഠിച്ച് നല്ല മാർക്ക് മേടിച്ചാൽ തല്ലുകൊള്ളില്ല. പിന്നെ മെയിൻ എക്സാം കഴിഞ്ഞില്ലേ, റിസൾട്ട് വരട്ടെ. തോറ്റു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിന്നെ തല്ലിയതൊന്നുമല്ല ശിക്ഷ, കേട്ടല്ലോ. ഇങ്ങനെയൊക്കെ ആയാലും അമ്മയ്ക്ക് എന്നോട് അവളോടും നല്ല സ്നേഹമാണ്. പഠിത്തത്തിൽ അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണ് അമ്മ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി എൻ്റെ അടുത്തേക്ക് വന്ന് എനിക്ക് വേണ്ടി അമ്മ ദുബായിൽ മേടിച്ച ഡ്രസ്സുകളും പിന്നെ ഒരു ടാബും, അങ്ങനത്തെ ടാബും കൊടുത്തിരുന്നു. പിന്നെ ചോക്ലേറ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ +2 റിസൾട്ട് വന്നു. ഞാൻ സക്സസ്ഫുള്ളായി തോറ്റു. ഞാൻ അമ്മയുടെ തല്ല് കൊള്ളാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. പക്ഷേ അനിയത്തിയുടെ റിസൾട്ട് കൂടെ നോക്കിയിട്ടാവാം എന്ന് കരുതി വെയിറ്റ് ചെയ്തു. അങ്ങനെ ആ റിസൾട്ട് വന്നു. ഫുൾ A+, പിന്നെ 98% മാർക്കുണ്ട്. അമ്മുവിന് അതോടെ തീർന്നു. ഇനി എനിക്ക് തല്ലുകൊള്ളാൻ സമയമായി. അമ്മ എന്നെ നോക്കി കലിയോടെ അകത്തേക്ക് പോയി. എനിക്ക് അതൊരു സിഗ്നലാണെന്ന് മനസ്സിലായി. ഞാൻ വേഗം റൂമിൽ കയറി വാതിലടച്ചു. അമ്മയുടെ അടുത്തേക്ക് ചെന്നു. പക്ഷേ ഇപ്രാവശ്യം അമ്മയുടെ വാക്കുകൾ കേട്ട് ഞാൻ ആകെ ഇല്ലാതെയായിപ്പോയി. അമ്മ പറഞ്ഞു, ഞാൻ നിനക്ക് മുമ്പ് ഒരു സൂചന തന്നിരുന്നു. എന്നാൽ നമുക്ക് ശിക്ഷ തുടങ്ങിയാലോ? അമ്മ കുറെ നേരത്തെ വഴക്ക് പറച്ചിലിനൊടുവിൽ വഴി കാണിച്ചിട്ടാണോ എന്തോ നിർത്തി. ഈ സമയത്താണ് അമ്മ അത് ശ്രദ്ധിച്ചത്. ഇത്രയും ചീത്ത കേട്ടിട്ടും താഴെ ഉള്ളവൻ ഒരു കൂസലുമില്ലാതെ തലപൊക്കി 90 ഡിഗ്രി വളഞ്ഞു നിൽക്കുന്നു. സത്യം, അമ്മ അത് കണ്ടിട്ട് എന്നെ പോലെ അതിശയത്തോടെ എൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, പറയടാ, സത്യം പറയടാ, നീ ഇത്ര നേരം നിന്റെ റൂം അകത്തു നിന്ന് കുറ്റിയിട്ട് എന്തെടുക്കുമായിരുന്നു? അമ്മ എന്നോട് ഓപ്പണായി ചോദിച്ചു. ഇത് ദിവസത്തിൽ എത്ര നേരം? അത് കേട്ടപ്പോൾ എനിക്ക് ഇന്നേ വരെ തോന്നാത്ത ഒരു തരം വഷളും അതിലുപരി ഞെട്ടലുമായി ഉണ്ടായത്. സത്യം പറഞ്ഞോ, ഇതൊക്കെ നീ എവിടുന്ന് പഠിച്ചു? ഇതുപോലെയുള്ള ചിന്ത ഉള്ളിൽ കയറിയ പഠിത്തമല്ല, ഒരു മണ്ണും തലയിൽ കയറത്തില്ല. അമ്മയുടെ ഉച്ചത്തിലുള്ള വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ വാക്കുകൾ കിട്ടാതെ തപ്പിത്തടഞ്ഞു. പെട്ടെന്ന് എവിടെ നിന്നു കിട്ടിയ മനോധൈര്യത്തിൽ ഞാൻ പറഞ്ഞു, ഉണ്ട് അമ്മേ, ഞാൻ ചെയ്യാറുണ്ട്. അമ്മ, ആരോടാ നിനക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത്? വേഗം പറ. സത്യത്തിൽ ഞാൻ ഇത് തുടങ്ങിയിട്ട് ഒരു 6 മാസം മാത്രമായിട്ടുള്ളൂ. കൂട്ടുകാരാണ് എനിക്കിത് പഠിപ്പിച്ചു തന്നത്. ചെറിയൊരു ഫ്ലാഷ് ബാക്കിൽ പോകാം. അമ്മയുടെ ശിക്ഷണത്തിൽ 11ാം ക്ലാസ് പാസ്സായതിനു ശേഷം 12ാം ക്ലാസ്സിൽ, അങ്ങനെ 12ാം ക്ലാസ്സിൽ 2 മാസം തികയുന്നു. ഇപ്പോഴാണ് എനിക്ക് നല്ല അടുപ്പമുള്ള സുഹൃത്തുക്കളെ കിട്ടിയത്. മുമ്പ് വരെയുള്ള കൂട്ടുകാർ മറ്റു സ്കൂളിലേക്ക് മാറിപ്പോയി. അനിൽ, ആൽവിൻ, ആനന്ദ് ഇവർ ഒരുമിച്ച് ഒരു സ്കൂളിലാണ് പഠിച്ചത്. തൊട്ട് അയൽവക്കമാണ് അല്ലെങ്കിലും ഇവരുടെ വീടുകൾ അടുത്തടുത്തായിരുന്നു. പിന്നെ 4 പേരും ഈ സ്കൂളിലോട്ട് വന്നു. അതിന് പിന്നിൽ മറ്റൊരു രഹസ്യമുണ്ട്. അവർ 12ാം ക്ലാസ്സിൽ തോറ്റിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതായത് അവർക്കും എനിക്കും ഇപ്പോൾ 18 വയസ്സ്. പിന്നെ ഞാനും ആ കൂട്ടത്തിൽ കൂടി. ഇതിനിടയിൽ 2 ക്ലാസ് ടെസ്റ്റുകൾ കഴിഞ്ഞിരുന്നു. 2 തവണയും എനിക്ക് ആവറേജ് മാർക്കാണ് കിട്ടിയത്. അതുകൊണ്ട് അമ്മയുടെ അടി നന്നായി കൊള്ളുകയും ചെയ്തു. എൻ്റെ കൂട്ടുകാർക്കാണെങ്കിലും എന്നേക്കാൾ മാർക്കുണ്ട്. നാറുകൾ എന്നെ കൂട്ടാതെ ഇരുന്ന് പഠിച്ചു. ഞാൻ അവരെ മനസ്സിൽ പ്രാഗി. ആരും ചോദിച്ചു, നിനക്ക് എന്തു പറ്റി മനു? എന്താ നിന്റെ മുഖം ഇങ്ങനെ പന്തം കണ്ട പെരിച്ചാഴി പോലെ ഇരിക്കുന്നേ? ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് ഒന്നും പറയിപ്പിക്കരുത്. നിങ്ങൾ 4 മാത്രമാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. എന്നിട്ട് നീയൊക്കെ എന്നെ കൂട്ടാതെ ഇരുന്ന് പഠിച്ചു. ആനന്ദ് പറഞ്ഞു, ഓ, അപ്പോൾ അതാണ് കാര്യം. എടാ, നിന്റെ അമ്മയെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നിന്നെ വിടാൻ പറ്റില്ല എന്ന്. അനിൽ പറഞ്ഞു, അതെ, പിന്നെ നിന്റെ അമ്മയെ കൊണ്ട് പഴയ ടീച്ചറുടെ സ്വഭാവം പുറത്തെടുപ്പിക്കണ്ടെന്ന് ഞങ്ങളും വിചാരിച്ചു. ഞങ്ങളെല്ലാവരും വീട്ടിൽ പോയി. അന്ന് രാത്രി ഭക്ഷണം കഴിച്ച് എല്ലാവരും കിടക്കാൻ പോയതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് അമ്മ എൻ്റെ മുറിയിൽ വന്നു. അമ്മ പറഞ്ഞു, മോനെ, നീ എന്താ ഇങ്ങനെ? നിന്റെ അനിയത്തെ കണ്ടില്ലേ? അവൾ എല്ലാ ടെസ്റ്റുകളിലും 95% കുറഞ്ഞ മാർക്ക് വാങ്ങിയാറില്ല. നീ അവളുടെ പ്രായത്തിൽ മാക്സിമം വാങ്ങിയിട്ടുള്ളത് 58% മാർക്ക് മാത്രമാണ്. നീ ഇപ്പോൾ വലിയ കുട്ടിയായി. എത്രയെന്ന് വെച്ചിട്ടാ ഞാൻ നിന്നെ നിർത്തി തല്ലുന്നത്? എനിക്ക് തന്നെ നാണം വന്നു തുടങ്ങി. നിനക്ക് കുറച്ച് ശ്രദ്ധിച്ചുകൂടെ? ഞാൻ പറഞ്ഞു, ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ടാവുന്നില്ല. അമ്മ തല്ലുമ്പോൾ എനിക്ക് നല്ല വേദനയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മനഃപൂർവ്വം പഠിക്കാതിരിക്കും എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അമ്മ പറഞ്ഞു, പിന്നെ എന്തുകൊണ്ട് നിനക്ക് ഇത്രയും മാർക്ക് കുറവ്? എനിക്ക് പറയാൻ മറുപടി ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു, അത്
അമ്മ പറഞ്ഞു, വേണ്ട, നീ ബുദ്ധിമുട്ടണ്ട, ഞാൻ പറയാം. അശ്രദ്ധ കാരണമാണ് നിനക്ക് മാർക്ക് കിട്ടാത്തത്, അതുകൊണ്ട് ഞാൻ നിന്നെ തല്ലുന്നത്. ഞാനൊന്ന് മൂളി, പിന്നെ ഒന്നും മിണ്ടിയില്ല. കാരണം യഥാർത്ഥത്തിൽ അതൊരു സത്യമാണ്. അമ്മ പറഞ്ഞു, അല്ല, നിന്റെ കൂട്ടുകാർക്ക് നല്ല മാർക്കാണെന്ന് കേട്ടു. ഞാൻ പറഞ്ഞു, അത് പിന്നെ അവർ കമ്പൈൻ സ്റ്റഡി ഒക്കെ ചെയ്തു പഠിച്ചു അമ്മേ, എന്നെ വിട്ടില്ലല്ലോ. അമ്മ പറഞ്ഞു, ഓ, കമ്പൈൻ സ്റ്റഡിക്ക് പോയിരുന്നെങ്കിൽ നീ ഇപ്പോൾ മല മറിച്ചേനെ. ഞാൻ പഠിപ്പിച്ചിട്ട് നീ ഇത്രയും മാർക്ക് മേടിക്കുന്നുള്ളൂ, എന്നിട്ട് നീ അവിടെ ചെന്ന് പഠിച്ചിട്ട് കുറേ മാർക്ക് മേടിച്ചു വരും. കുറച്ച് ദേഷ്യത്തിലാണ് പറഞ്ഞത്. എന്നിട്ട് അമ്മ എൻ്റെ ഡോറിൻ്റെ അടുത്തേക്ക് ചെന്ന് എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. എന്നിട്ട് അമ്മ പറഞ്ഞു, പിന്നെ ഞാനിങ്ങനെ പറഞ്ഞെന്ന് വെച്ച് ഞാൻ നിന്നെ തല്ലാതിരിക്കാൻ പോകുന്നില്ല. നിന്നെ തല്ലി പഠിപ്പിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. പിന്നെ ഇതൊന്നും ഒരു ശിക്ഷയല്ല, ശരിക്കുമുള്ള ശിക്ഷ വരാൻ പോകുന്നേ ഉള്ളൂ. ഏതെങ്കിലും എക്സാമിൽ തോറ്റിട്ട് വാ, അപ്പോൾ കാണിച്ചു തരാം. അതും പറഞ്ഞ് അമ്മയുടെ മുറിയിലേക്ക് പോയി. അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ദുബായിൽ പോകേണ്ടി വന്നു. നിങ്ങളെ ഒറ്റയ്ക്കാക്കി അമ്മ ദുബായിൽ പോയത്, നിങ്ങൾ കുട്ടികളായതുകൊണ്ട് ഒറ്റയ്ക്കാക്കി പോകുന്നത് അമ്മയ്ക്ക് വിഷമമുണ്ടെങ്കിലും ധൈര്യക്കുറവുണ്ടായിരുന്നില്ല. മാത്രമല്ല, വീട്ടിൽ എല്ലാത്തിനും സൗകര്യമുണ്ട്. ഹോളും ഡൈനിങ് ടേബിളും ക്ലീനിങ് റോബോട്ട് നോക്കിയപ്പോൾ പിന്നെ റൂമിലും ബാക്കി സ്ഥലങ്ങളിലും ക്ലീൻ ചെയ്യാൻ വേക്കൻസി ഇലക്ട്രിക് മാപ്പും എല്ലാം ഉണ്ട്. പിന്നെ പാചകം ചെയ്യാൻ ഞങ്ങൾക്ക് 2 പേർക്കും അത്യാവശ്യം അറിയാം. ഇല്ലെങ്കിൽ യൂട്യൂബ് എന്തെങ്കിലും ഉണ്ടാക്കും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞു. ഓണപ്പരീക്ഷ അടുത്തു. ഇപ്പോൾ മുമ്പത്തെ പോലെ അമ്മയുടെ കൊള്ളില്ല എന്നുള്ള, പക്ഷേ ലാപ്ടോപ്പിൽ ലൈവ് വീഡിയോ കോൾ ചെയ്ത് എന്നോട് ചോദ്യം ചോദിക്കുകയും തെറ്റിച്ചാൽ ചീത്ത പറയുകയും ചെയ്യും. അങ്ങനെ എക്സാം വന്നു. ഞാൻ പെട്ടെന്ന് കുളിച്ചൊരുങ്ങി സ്കൂളിലേക്ക് പോവാൻ റെഡിയായി. കൂടെ അനിയത്തിയും. സ്കൂളിലെത്തി ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി. അഭിഷേക് പറഞ്ഞു, എന്താടാ മനു, വല്ലതും പഠിച്ചോ? അല്ല, ചോദിക്കേണ്ട കാര്യമില്ല, നിന്റെ അമ്മയല്ലേ ഇപ്പോഴും പഠിപ്പിക്കുന്നത്. വീട്ടിൽ ഇല്ല എന്നല്ലേ ഉള്ളൂ, വീഡിയോ കോൾ വിളിച്ച് പഠിപ്പിക്കുന്നുണ്ടല്ലോ. പിന്നെ നിന്റെ അമ്മ നിന്നെ തല്ലി പഠിപ്പിക്കാറില്ല എന്ന് നീ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ കസിൻ ചേട്ടൻ അമ്മയുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ചേട്ടന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, ഏകദേശം 60% കിട്ടും. എന്നിട്ടും നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടും. നിന്റെ അമ്മയ്ക്ക് പാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ മിനിമം 75%. അങ്ങനെ ഇരിക്കെ 50-55 കിട്ടുന്ന നിന്നെ അമ്മ തല്ലില്ല പോലും. ഇനിയും അവരോട് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, തല്ലാറൊക്കെ ഉണ്ട്, പക്ഷെ തല്ലി തൊലി പൊളിക്കാറില്ല. പിന്നെ മാർക്ക് കുറഞ്ഞ നല്ല തല്ല് കിട്ടും. അനിൽ പറഞ്ഞു, ശരി, നീ വേഗം വാ, എക്സാം തുടങ്ങാറായി. ആനന്ദ് പറഞ്ഞു, എടാ, ഇന്ന് അക്കൗണ്ടൻസി എക്സാം തന്നെയല്ലേ? അതെ, നടക്ക്. എക്സാം കഴിഞ്ഞാൽ ആരെയും സ്കൂളിൽ നിർത്താൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ ഫ്രണ്ട്സിനെ കാത്തു നിൽക്കാതെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ വിളിച്ചു. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഞാൻ പറഞ്ഞു, നന്നായിരുന്നു അമ്മേ. അമ്മ, എക്സാമിൻ്റെ റിസൾട്ട് വരട്ടെ, അപ്പോൾ ഞാൻ പറഞ്ഞു തരാം നന്നായിട്ടുണ്ട് എന്ന്. നിനക്ക് ഓർമ്മയുണ്ടല്ലോ ഞാൻ പറഞ്ഞത്, എക്സാം എങ്ങാനും തോറ്റാൽ? ഞാൻ പറഞ്ഞില്ല അമ്മേ, ഞാൻ ജയിക്കും. ജയിച്ചാൽ നിനക്ക് കൊള്ളാം. അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞ് ഒരു ദിവസം അമ്മ എന്നോട് വിളിച്ചു പറഞ്ഞു, വെക്കേഷൻ ഒക്കെയല്ലേ, വേണമെങ്കിൽ നീ നിന്റെ കൂട്ടുകാരുടെ അടുത്തേക്കൊക്കെ പോയിട്ട് വാ. ഞാൻ പറഞ്ഞു, അയ്യ അമ്മ, അപ്പോഴമ്മ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ? അമ്മ, അത് പേടിക്കേണ്ട, അവൾക്ക് ലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോകണം. നീ അവളെ അവിടെ ആക്കിയിട്ട് വേഗം പോകാൻ നോക്ക്, പിന്നെ തിരിച്ചു കൊണ്ടുവരികയും വേണം. അമ്മയുടെ ഈ വാക്കുകൾ കേട്ട് ഞാൻ അന്തം വിട്ടു. എവിടെയും അമ്മ ഇതുവരെ എന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ വിട്ടിട്ടില്ല. ആകെ പോയിട്ടുള്ളത് തൊട്ടടുത്ത പീടികയിലാണ്. ടൗണിൽ സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ അമ്മയുടെ കൂടെയാണ് പോകുന്നത്. അമ്മ ആകെ 2 പ്രാവശ്യം സ്കൂൾ ടൂറിന് മാത്രമാണ് വിട്ടിട്ടുള്ളത്. 10ാം ക്ലാസ് ടൂറിന് വിട്ടിട്ടില്ല. പക്ഷെ അനിയത്തിയെ വിട്ടിട്ടുണ്ട്, കാരണം അവൾക്ക് നല്ല മാർക്കായിരുന്നു. ആദ്യമായിട്ടാണ് അമ്മ എന്നോട് ഒറ്റയ്ക്ക് പോയിക്കോളാൻ പറയുന്നത്. താങ്ക് യു അമ്മേ, ഞാൻ പോയിട്ട് വരാം. പിന്നെ 2 പേരും ഫോൺ എടുക്കാൻ മറക്കണ്ട. നീ അവളെ ഇടയ്ക്ക് എവിടെയാണെന്ന് അന്വേഷിക്കുകയും വേണം. പിന്നെ 6 മണിക്ക് വീട്ടിൽ തിരിച്ചെത്തുകയും വേണം. ഞാൻ അമ്മയുടെ വാക്കുകൾ കേട്ട് അനുസരണയോടെ പറഞ്ഞു, ശരി അമ്മേ, ഞാൻ എത്തിക്കോളാം. ഞാൻ വേഗം ഫോൺ എടുത്തു. അനിലിനെ വിളിച്ചു. എല്ലാവരും അവൻ്റെ വീട്ടിലാണ് ഒത്തുകൂടാറ്. അവൻ ഫോൺ എടുത്തു. എടാ അനിലെ, ഞാനാ ആദിശ്യ. എടാ പറ. എടാ, എന്നോട് അമ്മ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയി വരാൻ പറഞ്ഞു. ഞാൻ അപ്പോൾ നിന്റെ വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു. നീ ഒരു കാര്യം ചെയ്യേ, ബാക്കിയുള്ളവരെ വിളിച്ചേ കാര്യം പറ. നമുക്കെല്ലാവർക്കും ഇന്ന് അവിടെ ഒത്തുകൂടാം.
എന്നാൽ ശരി, നീ ഇങ്ങോട്ട് പോരെ, ഞാൻ അവരോട് വിളിച്ചു പറയാം. അതും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ അമ്മുവിനോട് പറഞ്ഞു. ഞാനും റെഡിയാവാനും പോയി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങി. ഞാൻ അവളെ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിട്ടു. അനിലിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ലക്ഷ്മിയുടെ വീട്. അത് കുറച്ചും കൂടി എളുപ്പമായി. എന്നിട്ട് ഞാൻ അനിലിൻ്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഞാൻ അനിലിൻ്റെ വീട്ടിലെത്തി. അവിടെ ആൽവിനും ആനന്ദും എത്തിയിരുന്നു. ഞങ്ങൾ 4 പേരും കൂടി അനിലിൻ്റെ റൂമിൽ കയറി. അവൻ്റെ വീട്ടിൽ അവൻ്റെ അമ്മ മായ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ വിദേശത്ത് ജോലി ചെയ്യുന്നു. ഞങ്ങളുടെ അത്രയില്ലെങ്കിലും അത്യാവശ്യം പണക്കാരാണ്. മുറിയിൽ കയറിയ ശേഷം അവൻ ഡോർ ലോക്ക് ചെയ്തു. എന്നിട്ട് അവൻ അവൻ്റെ ലാപ്ടോപ്പ് ഓൺ ചെയ്തു. അതിലൊരു വീഡിയോ പ്ലേ ചെയ്തു. അത് കണ്ടതും ഞാൻ ഞെട്ടി. അതൊരു തുണി മേടിക്കാൻ പോലും ഗതിയില്ലാത്ത 2 വിദേശ പ്രണയ ജോഡികളുടെ വീഡിയോ ആയിരുന്നു. ആദ്യമായിട്ടായിരുന്നു ഞാൻ ഇവർ ഇങ്ങനെയൊക്കെ വീഡിയോ കാണുന്നുണ്ട് എന്നറിഞ്ഞത്. ഞാൻ അന്തം വിട്ട് നിൽക്കുന്നത് കണ്ട് ആനന്ദ് എൻ്റെ മുഖത്തോട്ട് നോക്കി പറഞ്ഞു, ഓ സോറി, നീ ഇതൊന്നും കണ്ടിട്ടില്ല അല്ലേ? ഞങ്ങൾ ഇവിടെ സ്ഥിരമായി ഈ റൂമിൽ ഇതാ പരിപാടി. നീ ഒരു അമ്മ മോൻ ആയതുകൊണ്ട് നിന്നോട് പറയാതിരുന്നത് അറിയാതെ നിന്റെ തള്ളയോട് പറഞ്ഞാൽ ഞങ്ങൾ പെട്ടുപോകും. ആനന്ദിൻ്റെ ആ രീതിയിലുള്ള വർത്തമാനം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ആദ്യമായിട്ടായിരുന്നു ഇവരിൽ നിന്നിങ്ങനെ മോശം വാക്കുകൾ കേൾക്കുന്നത്. അനിൽ എന്നെ തുറച്ചു നോക്കുകയും, ഒന്നും വേണ്ട, ഇങ്ങനെയൊക്കെ ഈ വീട്ടിൽ സംസാരിക്കുന്നത് പിന്നെ എൻ്റെ അമ്മയ്ക്കും അറിയാം. പിന്നെ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു? എടാ, നീ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതുകൊണ്ട് നിന്നെ ഒരു പൊണ്ണയായി കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ നിന്നെ ഇതൊക്കെ കാണിക്കുകയും നിനക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ പോവുകയാണ്.